വേറെ ഇന്ന് അമ്മയെ കൊണ്ടൊരു മാങ്ങ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇത് മാങ്ങ കൊണ്ട് മോര് കറി ഉണ്ടാക്കാനാണ്. ഒരു മാങ്ങ എടുക്കണം. അതിനായിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് പുളി മാങ്ങ മുറിച്ചിടണം. തേങ്ങ വേണം കുറച്ച്, ഒരു ചെറിയൊരു ഇതിനകത്ത് തേങ്ങ വേണം. തേങ്ങ ചെറിയ ഒരു മുറി തേങ്ങ അതിനകത്തേക്ക് ഇടണം. ഇതുകൊണ്ട് നമുക്ക് മോര് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് മോര് കറി ഉണ്ടാക്കാൻ പോവാണ് അമ്മ ഇങ്ങനെ മോര് കറി ഉണ്ടാക്കി തരാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്ന് വീഡിയോ ആയിട്ട് ചെയ്താലോ. ഒന്ന് ചെറിയതായിട്ട് വേപ്പില, പിന്നെ ചെറിയൊരു ഉള്ളി, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഇടുന്നത്. പിന്നെ തേങ്ങ സ്വല്പം ഇട്ട് കൊടുക്കണം. പിന്നെ മാങ്ങ ഇടണം. മാങ്ങയാണ് ഇതിനകത്ത് പ്രധാനം വേണ്ടത്. ഇത് മാത്രം മതി. ഇതുകൊണ്ട് നല്ലൊരു മോര് കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ജീരകം, ഒരു ഇച്ചിരി മതി, ജീരകം തുള്ളി മതി. ഒരു ജീരകം കൂടെ ഇടണം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി വേണ്ടല്ലോ, ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഇടാവുള്ളൂ കേട്ടോ. അല്ല ഒരു ഇച്ചിരി ഇടാവുള്ളൂ, അല്ല ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നിറം മാറിപ്പോവും. ഇനി വെള്ളം ഒഴിക്കണം കുറച്ച്. എന്നിട്ട് ഇത് അടച്ചിട്ട് ഇനി അത് മിക്സിയിലിട്ട് അരക്കണം. അരച്ചിട്ട് അമ്മ ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ. കൂട്ടുകാരെ, അപ്പം അമ്മ സ്റ്റൗ കത്തിച്ച് ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരു ചട്ടിക്കകത്തോട്ടെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സിയിലിട്ട് അടിച്ച സാധനങ്ങളൊക്കെ ചേർക്കാൻ പോവാണ്. അല്ല എന്താണ് ചട്ടി ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് കടുക് വറുക്കണം. കൂട്ടുകാരെ, ചട്ടി ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. സ്വല്പം എണ്ണ ഒഴിച്ചു. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഉണക്കമുളക് അരിഞ്ഞതിടാൻ വേണ്ടി പോവാണ്. കുറച്ച് വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇട്ട്, ഉണക്കമുളക് ഇട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറിയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വരണം.
മോരില്ലാത്ത മോര് കറി. മോരില്ലാത്ത മോര് കറിയാണ്. ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും മോര് കൂട്ടിയ തണുപ്പൊക്കെ ആയതുകൊണ്ട്. അവർക്ക് മോരിൻ്റെ കൂടെ മാങ്ങ ചമ്മന്തി തന്നെ ഒരു ഉണക്കമുളകൊക്കെ വെച്ച ചമ്മന്തി, അല്ലെങ്കിൽ ഒരു നല്ല മെഴുക്ക് പുരട്ടിയോ, അല്ലെങ്കിൽ ഒരു മുളകിട്ട് പപ്പടം മറിക്കുക. മുളക് പപ്പടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാമെന്ന് എനിക്കറിയാമല്ലോ. ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ട് പപ്പടം മറക്കതിനകത്തോട്ടിട്ട് പപ്പടം കഷ്ണങ്ങളാക്കും. മുളക് പപ്പടം വേണം. കൂട്ടുകാരെ അപ്പം ഇത് എല്ലാം കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇനി കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ചട്ടിയിലായതുകൊണ്ടാണ്. ചീനിച്ചട്ടിയാണെങ്കിൽ മാറ്റി അത് ഒരു പാത്രത്തിലോട്ട് കോഴി മാറ്റിയിരിക്കുകയാണ്. കടുവറുത്ത മൂത്ത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയില്ലേ നേരത്തെ ഇനി അരച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ഇടുവാണ്. മാങ്ങയൊക്കെ അരച്ച് വെച്ചത് നന്നായിട്ട് അരയണം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് അരയണം. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതാണ്. അതിങ്ങനെ ഇട്ട് ഒരു ഇടത്തരം മൂവാണ്ടൻ മാങ്ങാണ് ഞാൻ എടുത്തത്. പിന്നെ ചെറിയൊരു മുറി തേങ്ങ, സ്വല്പം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ഇച്ചിരി വേപ്പില, സ്വല്പം ജീരകം, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്ര സാധനമാണ് അരച്ചത്. വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരക്കാമായിരുന്നു, ഞാൻ ചേർത്തിട്ടില്ല. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ തിളപ്പിക്കുകയല്ല, ഒന്ന് പതുക്കെ ഇങ്ങനെ തിള വരുമ്പോൾ നിർത്തണം. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഞങ്ങളുടെ ഫ്രിഡ്ജാണ് മംഗലം, അതിനകത്ത് വെച്ചാണ് വെള്ളം തണുപ്പിച്ച് ഞങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ തിളച്ചാറിയ വെള്ളമാണിത്. കണ്ടല്ലോ, മോരുകറിയുടെ കളറല്ലേ ഉള്ളൂ, കൂടുതലില്ല. സ്വല്പം മഞ്ഞപ്പൊടി ഇടാവുള്ളൂ, കളർ വ്യത്യാസമായിട്ട്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ, ഇനിയിപ്പോൾ ആദ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉണ്ടല്ലോ, ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണമെന്നാണ് അമ്മ പറയണത്. ഉപ്പ് കുറച്ചെന്നല്ല, പാകത്തിന് ഉപ്പ് ചേർത്തിട്ടില്ലേ. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് കണ്ടല്ലോ, ഈ ടെക്സ്ചർ മതി മോര് കറിയുടെ അതേ ഇതിൽ. പിന്നെ ഉപ്പിടാൻ പോയി, ഉപ്പ് പൊടിയാ കല്ലുപ്പ ഏത് വേണേലും ഇടാം. ഉപ്പ് ആവശ്യത്തിനാണ്, നമ്മുടെ പാകത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കണം. ഇപ്പം മോര് കറി റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരെ. സൂപ്പർ മോര് കറിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. തിളവരണ പരുവുണ്ട്. ഒരുപാട് ചൂടാകണ്ട, ഒരുപാട് വേണ്ട, തിളക്കണ്ട. ഒരു പതുക്കെ ഒരു തിള വരുമ്പം ഇത് കണ്ട ഈ കൂട്ടുകാരത് ഈ പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഉണക്കമുളകും നേരത്തെ ആയിട്ട് വെച്ചിരുന്ന കടുകും ഉലുവ വെളുത്തുള്ളി എല്ലാം അതിലേക്ക് ഇടുവാണ്. ഇത് ഇട്ടിട്ട് കണ്ട കടുക് വറുത്തിന് കടുക്, ഉലുവ, വെളുത്തുള്ളി എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇട്ട് ഇനി സ്റ്റവ് ഓഫ്. കൂട്ടുകാരെ, മോര് കറി കണ്ടോ? ഇതാണ് മോര് കറി. മാങ്ങ കൊണ്ട് മോര് കറി ഉണ്ടാക്കുന്നതാണ്. കാണാം. ഇതൊക്കെയാണ് അമ്മയുടെ സൂത്രപ്പണികള്.